മൈനാകമേടെന്ന മനോഹരമായ ഒരു ഗ്രാമമുണ്ട്. അങ്ങ് ദൂരെ വടക്ക് നീലമലകളുടെ നടുഭാഗത്തുള്ള ഒരു ചെറിയ താഴ്വര പ്രദേശം. അവിടെയുള്ളവർ ഇന്ന് വലിയൊരു കാത്തിരിപ്പിലാണ്. ഒരാളെ പ്രതീക്ഷിച്ചാണ് ആ കാത്തിരിപ്പ്, അതും ഒരു ഉഡായിപ്പിനെ പ്രതീക്ഷിച്ച് ഒരു ഗ്രാമം തന്നെ കാത്തിരിക്കണമെങ്കിൽ അതിന് പിന്നിലൊരു കഥ തീർച്ചയായും കാണുമല്ലോ. ആ കഥ പറഞ്ഞു തുടങ്ങുന്നതിന് മുൻപ് മൈനാകമേടിനെ കുറിച്ചും അവിടുത്തുകാരെ കുറിച്ചും പറഞ്ഞു തുടങ്ങാം. മൈനാകമേടിൽ താമസിച്ചവരിൽ ഭൂരിഭാഗം പേരും കൃഷിക്കാരായിരുന്നു. അവരുടെ പ്രധാന കൃഷി വാഴയുമായിരുന്നു. അങ്ങനെ അല്ലലില്ലാതെ സന്തോഷത്തോടെ കഴിയുകയായിരുന്നു അവരെല്ലാവരും. ഒരിക്കൽ അവരിലൊരു കർഷകൻ കൃഷി ആവശ്യത്തിലേക്കായി വളം വാങ്ങാനായി ഒരൽപ്പം ദൂരെയുള്ള പട്ടണത്തിൽ പോയി തിരികെ വരികയെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാഴ്ച അയാൾ കാണാനിടയായി. കുന്നിൻ ചരിവിലൂടെ മലയിറങ്ങി വന്ന ഒരു ചെറിയ കൂട്ടം പന്നികൾ റോഡ് മുറിച്ചു കടക്കുന്നു. ആ കാഴ്ച അയാളെ ഭയപ്പെടുത്തി. കാരണം കാട്ടുപന്നിക്കൂട്ടം താഴ്വരയിലെ കൃഷിയിടങ്ങൾ ലക്ഷ്യമാക്കിയാണ് നീങ്ങുന്നതെന്ന് അയാൾക്ക് ഊഹിക്കാമായിരുന്നു. ചെറിയ കൂട്ടമാണെങ്കിലും കാട്ടുപന്നികളുടെ വരവ് താമസിയാതെ വലിയൊരു ആപത്തിനിടയാക്കും എന്ന് കർഷകന് മനസ്സിലായി. എന്നാൽ അടുത്ത ദിവസങ്ങളിൽ പ്രതീക്ഷിച്ചതുപോലെ ചെറിയ തോതിൽ പോലും കൃഷിനാശമൊന്നും ആർക്കും ഉണ്ടാകാത്തതിനാൽ കർഷകൻ പറഞ്ഞ വാർത്തകൾക്കൊന്നും വലിയ പ്രാധാന്യം ഗ്രാമീണർക്കിടയിൽ ഉണ്ടായില്ല. പക്ഷേ മറ്റൊരു ദിവസം പതിവ് പോലെ കർഷകൻ മറ്റൊരു ആവശ്യത്തിലേക്കായി പട്ടണത്തിൽ പോയി തിരികെ മലയുടെ ചരിവിലെ പാതയിലൂടെ വരുമ്പോൾ ബൈക്കിന് ഒരു വശത്തായി പ്രതീക്ഷിക്കാതെ ഒരു കൂട്ടം കാട്ടുപന്നികൾ ഇരമ്പി വരികയും അവയുടെ ശക്തിയേറിയ ഇടിയുടെ ആഘാതത്തിൽ കർഷകൻ തെറിച്ചു വീണ് മരണമടയുകയും ചെയ്തു. കർഷകന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ ഭാര്യ കുഞ്ഞിനെ വളർത്തുവാൻ കഷ്ടപ്പെടുന്ന അവസരത്തിലാണ് കുറച്ചു കർഷകർ ചേർന്ന് മരണപ്പെട്ട കർഷകന്റെ പുരയിടം പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യാൻ ആരംഭിച്ചത്. കൃഷിക്കാർ പുരയിടം പാട്ടത്തിനെടുത്തുവെങ്കിലും മരണപ്പെട്ട കൃഷിക്കാരന്റെ ഭാര്യയുടെ ആശങ്ക വിട്ടൊഴിഞ്ഞിട്ടില്ലായിരുന്നു. അവരുടെ ഭർത്താവ് മരണപ്പെടുന്നതിന് മുൻപ് മലയിറങ്ങി വന്ന ആ കാട്ടുപന്നി കൂട്ടത്തെക്കുറിച്ചും ആ കൂട്ടം മൈനാകമേടിനെ എങ്ങനെയെല്ലാം നശിപ്പിക്കുമെന്നും ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതായിരുന്നു അവരുടെ ഭയത്തിന് കാരണം. ശരിയായിരുന്നു. അന്ന് അദ്ദേഹം കണ്ട കാട്ടുപന്നിക്കൂട്ടം 4-5 എണ്ണം മാത്രം വരുന്ന കൂട്ടമാണെങ്കിലും അതൊരു പൈലറ്റ് റണ്ണിംഗ് മാത്രമായിരുന്നു. അതായത് കുന്നിൻ ചെരുവിലൂടെ താഴ്വരയിലെ കൃഷിയിടത്തിലേക്ക് മനുഷ്യരുടെ കണ്ണിൽപ്പെടാതെ വളരെ വേഗത്തിലെത്തുന്ന വഴി കണ്ടെത്തുക, അതുവഴി തടസ്സങ്ങളില്ല എന്നത് ഉറപ്പിക്കാൻ രാത്രികാലങ്ങളിൽ പൈലറ്റ് റണ്ണിംഗ് നടത്തുക. ഇതായിരുന്നു ഇന്നലെ വരെ നടന്നത്. എന്നാൽ കുന്നിൻ ചെരുവുകളിൽ കാട് അതിർത്തിയിലെ താഴ്വരയിലെ കൃഷിയിടങ്ങൾ ലക്ഷ്യമിട്ട് ഒരു വലിയ സൈന്യത്തെ പോലെ എണ്ണിയാൽ ഒടുങ്ങ തത്ര പന്നിക്കൂട്ടങ്ങൾ അവറ്റകളുടെ നല്ലൊരു അവസരത്തിനായി കാത്തിരിക്കുകയായിരുന്നു. അതെ, അതുതന്നെ സംഭവിച്ചു. ഒരു മഴയുള്ള ദിവസത്തിൽ രാത്രി 1 മണിയോടെ കുന്നിൻ മുകളിൽ തമ്പടിച്ചിരുന്ന ആ വലിയ സൈന്യം കൃഷിയിടത്തിലേക്ക് ഇരച്ചിറങ്ങി ആക്രമണം അഴിച്ചുവിട്ടു. പിറ്റേന്ന് പുലർച്ചെ കൃഷിയിടങ്ങൾ പലതും നശിച്ചത് കണ്ട കർഷകർക്ക് അത് താങ്ങാനായില്ല. പിന്നീടുണ്ടായ സാമ്പത്തിക ബാധ്യതയിൽ അവർ നട്ടം തിരിഞ്ഞു. ചിലർ ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ചെയ്തവരുടെ ചിതകളിൽ എരിയുന്ന പുക മലയുടെ ചരിവുകളിലെ കാട്ടുപന്നികളെ ആവേശഭരിതരാക്കി. പന്നികളെ കൊല്ലണം, അതിനായി പടക്കങ്ങളും കെണികളും ഉപയോഗിക്കണം. അതിനായി അതിർത്തിയിലെ അവശേഷിക്കുന്ന കർഷകർ സംഘടിച്ചു. പക്ഷേ ആ വിവരം ഉൾനാടുകളിലെ ചില കർഷകരല്ലാത്ത ആളുകൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് ചോർത്തിയതോടെ അവരിൽ ചിലർ അറസ്റ്റിലായി. അതേ തുടർന്ന് പലരും മൈനാകമേടിന്റെ അതിർത്തിയിലെ കൃഷി ഉപേക്ഷിച്ച് ഉൾനാടുകളിലേക്ക് പിൻവലിഞ്ഞു. അതോടെ സർവശക്തരായ പന്നിക്കൂട്ടം കാടുപേക്ഷിച്ച് മൈനാകമേടിന്റെ അതിർത്തിയിലേക്ക് തമ്പടിച്ചു. ഇനി പതിയെ പതിയെ മൈനാകമേടിന്റെ ഉൾപ്രദേശങ്ങളിലേക്ക് കയറണം എന്നതായിരുന്നു പന്നിക്കൂട്ടത്തിന്റെ അടുത്ത ലക്ഷ്യം. ഇല്ലാതാകും. ഇതൊക്കെ വളരെ നാൾക്ക് മുൻപ് തന്നെ ആദ്യം മരണപ്പെട്ടുപോയ കർഷകൻ തന്റെ ഭാര്യയോട് മുൻകൂട്ടി പറഞ്ഞിരുന്നു. അതിനാൽ തന്നെ ഓരോ ദിവസവും കർഷകരുടെ ആത്മഹത്യയും റോഡിൽ അപകടപ്പെടുന്നവരുടെ വാർത്തയും കേട്ട് ഉണരുന്ന അവർ മൈനാകമേടിനെ രക്ഷിക്കാൻ ഒരു ദൈവം വരുമെന്ന് വെറുതെ വിശ്വസിച്ചു, സ്വയം ആശ്വസിച്ചിരുന്നു. മൃഗങ്ങളും മനുഷ്യനും തമ്മിലുള്ള പോര് തുടരുകയാണ്. അങ്ങനെ ഇരിക്കവേ ഒരു പറ്റം മൃഗങ്ങളായ കാട്ടുപന്നികൾ കാടിനകത്ത് കയറിയുള്ള മനുഷ്യവേട്ടയെ എതിർത്തു. അവർ മനുഷ്യരെ കൊണ്ട് തന്നെ നിയമങ്ങൾ എന്ന പേരിൽ ഉടമ്പടി ഉണ്ടാക്കി. കാട് അവർക്കും നാട് മനുഷ്യർക്കും. കാടിനകത്ത് കയറിയോ അല്ലാതെയോ മൃഗങ്ങളെ വേട്ട നടത്തിയാൽ മനുഷ്യനെ തന്നെ തടവിലിടണം. ഇതായിരുന്നു ഉടമ്പടി. എന്നാൽ ഉടമ്പടി പ്രകാരം വംശവർദ്ധനവ് നേടിയ അവർ വരം നേടിയ ഭസ്മാസുരനെ പോലെ അവസരം കിട്ടിയപ്പോൾ അതേ മനുഷ്യരുടെ നിയമം ഉപയോഗിച്ച് അവർ
അവറ്റകൾ നാട്ടിലേക്ക് ഇറങ്ങി മനുഷ്യരുടെ ജീവിതം തകർത്തു. അതോടെ ജീവിതമില്ലാതായ മനുഷ്യർ സ്വയം ഇല്ലാതായി തുടങ്ങി. പക്ഷേ കാട്ടുപന്നി കൂട്ടത്തിന് അറിയാത്തൊരു കഥയുണ്ട്. ഈ പറയപ്പെടുന്ന ഭസ്മാസുരന് വരം നൽകിയ ദൈവത്തെ ആടിയും പാടിയും ആരാധിച്ചും സൃഷ്ടിച്ചത് മനുഷ്യനാണ്. മനുഷ്യരിൽ നിയമങ്ങളിൽ വിധേയപ്പെട്ടും ജീവിക്കുന്നവരും വിധേയപ്പെടാത്തവരെയും മാത്രമാണ് പന്നിക്കൂട്ടങ്ങൾ കണക്ക് കൂട്ടിയതെങ്കിൽ അവർക്ക് തെറ്റി. ഇനിയും ഒരു കൂട്ടരുണ്ട്. നിയമങ്ങളെ അനുസരിക്കുന്നത് പോലെ അഭിനയിച്ച് നിയമങ്ങളെ ബഹിഷ്കരിക്കുകയോ കബളിപ്പിക്കുകയോ ചെയ്യുന്നവർ. അക്കൂട്ടരെ ഒറ്റ വാക്കിൽ വിശേഷിപ്പിക്കാം ഉഡായിപ്പുകൾ എന്ന്. ഇനി അത്തരത്തിൽ ഒരുവന്റെ വരവാണ് തെയ്യക്കോലങ്ങളിലെ പൊട്ടൻ ദൈവത്തെ പോലെ ഒരുവന്റെ വരവ്. നല്ലവനാണ് എന്ന് അതിവിനയം കൊണ്ട് മറ്റുള്ളവരിൽ വിശ്വാസം ജനിപ്പിക്കാൻ ഇടയ്ക്കിടെ ശ്രമിച്ചുകൊണ്ടിരുന്ന നീല ഷർട്ടും കറുത്ത പാൻസും ധരിച്ചു വന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു ഉദയ്. അയാൾ വന്നപാടെ മൈനാഗമേഡിലെ ജംഗ്ഷനിൽ ചായക്കടയിൽ ചായ കുടിച്ചുകൊണ്ടിരുന്ന ആൾക്കാരെ തമാശ പറഞ്ഞ് ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കയ്യിലെടുത്തു. തനിക്ക് കൃഷി ചെയ്യാൻ പാട്ടത്തിന് ഭൂമി എവിടെ കിട്ടുമെന്ന് അവരിൽ നിന്ന് മനസ്സിലാക്കി. മൈനാഗമേഡിന്റെ അതിർത്തി ലക്ഷ്യമാക്കി അയാൾ നീങ്ങി. അതിർത്തികളിലെ വീടുകളിൽ അവരുടെ പുരയിടം കൃഷിക്കായി പാട്ടത്തിന് ചോദിച്ചു. അപ്പോഴും അവിടം വിട്ടു പോകാതിരുന്ന ചിലർ ഉദയന്റെ ചോദ്യം കേട്ട് അമ്പരുന്നു. എങ്കിലും അയാൾ ചെയ്യുന്ന കൃഷി എന്താണെന്ന് അറിഞ്ഞതോടെ അവർ പാട്ടത്തിന് ഭൂമി നൽകി. അവരിൽ മൈനാഗമേഡിൽ ആദ്യം കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ മരണപ്പെട്ട കർഷകന്റെ ഭാര്യയും ഉണ്ടായിരുന്നു. മൈനാഗമേഡിൽ പച്ചപ്പുല്ല് കൃഷി ചെയ്ത് നഗരത്തിൽ കൊണ്ടുപോയി വിറ്റാൽ ചാക്കൊന്നിന് 60 രൂപ നഗരങ്ങളിലെ പശു ഫാമുകളിൽ നിന്നും ലഭിക്കുമെന്നതാണ് ഉദയന്റെ വ്യാപാരം. പച്ചപ്പുല്ലായതിനാൽ കാട്ടുപന്നിക്കൂട്ടത്തിന്റെ ആക്രമണം ഭയക്കേണ്ടതില്ലായിരുന്നു എന്നതായിരുന്നു ആ കൃഷിയിൽ അയാളുടെ ധൈര്യം. ആ വ്യാപാരത്തിൽ അയാൾ മെച്ചപ്പെട്ടു വരുന്നത് കണ്ട് മൈനാഗമേഡിലുള്ളവർ ഉദയനെ അഭിനന്ദിച്ചു. ഉദയൻ മൈനാഗമേഡിന്റെ വിശ്വസ്തനായതോടെ കൂടുതൽ ഭൂമികൾ പാട്ടത്തിനെടുത്ത് ഒന്നിൽ കൂടുതൽ ട്രക്കുകൾ വാങ്ങിക്കൊണ്ട് അയാൾ പുൽകൃഷി ധാരാളമായി ചെയ്തു തുടങ്ങി. അതോടെ കാട്ടുപന്നികൾക്ക് അപകടം മണത്തു. മൈനാഗമേഡിൽ വന്ന് ഇപ്പോൾ പച്ചപ്പുൽ കൃഷി ചെയ്ത് കൊണ്ടുപോകുന്ന ചാക്കുകളിൽ തങ്ങളുടെ സഹോദരങ്ങളുണ്ടെന്ന് കാട്ടുപന്നിക്കൂട്ടങ്ങൾക്ക് മനസ്സിലായി. താഴ്വരയിൽ പുൽക്കൂട്ടങ്ങൾക്കിടയിൽ ഇറങ്ങുന്ന അവറ്റയെ വെട്ടി വീഴ്ത്തിയും വെടിവെച്ചും ഉദയൻ പിടികൂടി വെട്ടി നുറുക്കി പുൽ ചാക്കുകളിലാക്കി നഗരത്തിലെ ഇറച്ചിക്കടയിൽ കൊണ്ടുപോയി വിൽക്കും. അതാണ് അയാളുടെ യഥാർത്ഥ വ്യാപാരം എന്നത് അവറ്റകൾ മാത്രം തിരിച്ചറിഞ്ഞു. ഉദയന്റെ ഈ ഉഡായിപ്പിൽ മറ്റു മനുഷ്യരാരും ഈ സംഗതി ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളത് കാട്ടുപന്നിക്കൂട്ടങ്ങൾക്ക് വെല്ലുവിളിയായി. ശേഷിക്കുന്ന വിരലിൽ എണ്ണാവുന്ന കാട്ടുപന്നികൾ അതോടെ മൈനാഗമേഡിന്റെ അതിർത്തിയിൽ നിന്നും ഉൾവലിഞ്ഞു. പന്നികൾ പിൻവലിഞ്ഞതോടെ പച്ചപ്പുല്ല് കൃഷിയിൽ ലാഭം കുറയുന്നു എന്ന കാരണത്താൽ ഉദയനും കൃഷി നിർത്തി ആ നാട്ടിൽ നിന്നും തിരികെ മടങ്ങേണ്ടി വന്നു. പക്ഷേ അതോടെ കാട്ടുപന്നി ശല്യം ഇല്ലാത്തതിനാൽ മടങ്ങിപ്പോയ കൃഷി കുടുംബങ്ങൾ വീണ്ടും ഒന്നൊന്നായി തിരികെ എത്തി കൃഷി തുടങ്ങി. അങ്ങനെ തിരിച്ചെത്തിയ കൃഷിക്കാർ മണ്ണ് കിളച്ച് ഇളക്കുമ്പോഴാണ് മണ്ണിൽ പുതഞ്ഞിരിക്കുന്ന വെടിയുണ്ടകൾ കാണുന്നത്. അപ്പോൾ മാത്രമാണ് അവർക്കും ഉദയന്റെ ഉഡായിപ്പ് പിടികിട്ടിയത്. എന്നാൽ അതിർത്തിയിലുള്ള അവർ അക്കാര്യം രഹസ്യമായി തന്നെ സൂക്ഷിച്ചു. കാരണം ഉദയന്റെ ഈ ഉഡായിപ്പില്ലായിരുന്നു എങ്കിൽ പോലീസും ഫോറസ്റ്റും രാഷ്ട്രീയക്കാരും കൈവിട്ട് അവർക്ക് വീണ്ടും മൈനാഗമേഡിൽ തിരിച്ചെത്തുവാൻ കഴിയില്ലായിരുന്നു. അങ്ങനെ കാലങ്ങൾ കുറെ കൂടി വളരെ സന്തോഷത്തോടെ മൈനാഗമേഡിലെ ജനങ്ങൾ കഴിഞ്ഞു പോരവേ ഉൾവലിഞ്ഞുപോയ കാട്ടുപന്നികൾ സംഘടിച്ചു തിരിച്ചെത്തി. വീണ്ടും കൃഷിയിടങ്ങളിൽ ആക്രമണം അഴിച്ചുവിട്ടു. അതോടെ മൈനാഗമേഡിലുള്ളവർ വീണ്ടും അയാളുടെ വരവിനായി പ്രതീക്ഷയോടെ അയാളുടെ ജീപ്പിന്റെ ഇരമ്പലിനായി കാതോർത്തിരിക്കാൻ തുടങ്ങി. ഇതായിരുന്നു മൈനാഗമേഡിലെ കർഷകരുടെ കാത്തിരിപ്പിന്റെ രഹസ്യം. അങ്ങനെ ഒരു കാത്തിരിപ്പിന്റെ 7ാം ദിവസത്തിന്റെ പുലർച്ചയിൽ മൈനാഗമേഡിന്റെ നീണ്ടു നിവർന്നു കിടക്കുന്ന പാതയുടെ പുതുമണ്ണും പറത്തിക്കൊണ്ട് ഒരു ജീപ്പ് വരുന്നു. അത്തരമൊരു ജീപ്പിനെയാണ് അവരും ഈ ദിവസങ്ങളിലെല്ലാം പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ വന്നെത്തിയ ജീപ്പുകളിലൊന്നും ഡ്രൈവർ സീറ്റിൽ അയാളെ കാണാനായില്ല എന്ന് മാത്രം. പക്ഷേ ഈ ജീപ്പിന്റെ ഡ്രൈവർ സീറ്റിൽ നോക്കിയവരുടെ മുഖം പുഞ്ചിരി കൊണ്ട് വിടർന്നു. അറിയാതെ അവർ ആർപ്പു വിളിച്ചു. ഇനി വന്നയാൾ ആരെന്ന് പ്രത്യേകിച്ച് വ്യക്തമാക്കേണ്ടതില്ലല്ലോ.